നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. മലയാള സിനിമാ പ്രേമികൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് കടന്നുപോയത്. മലയാളത്തിൻ്റെ സ്വന്തം നമ്മുടെ ലാലേട്ടന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയായ സിനിമാ രംഗത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. അദ്ദേഹം അത് ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ എന്നാണ്. എനിക്ക് തോന്നുന്നു ഒരു കലാകാരനെ ഇതിലും വലിയ ഒരു വാക്ക് പറയാനുണ്ടോ എന്നുള്ളതാണ്. കാരണം ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ കലയെ തേടുന്നു, അതിൻ്റെ ഭാഗമായി എനിക്കിന്ന് ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുകൂടി അതിൽ നിന്ന് നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. പറഞ്ഞത് ആത്മാവിൻ്റെ സ്പന്ദനം എന്നാണ്. അത് തീർത്തും ജന്മജന്മാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വലിയ വാക്ക് തന്നെയാണ്. അപ്പോൾ ലാലേട്ടന് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ മമ്മൂക്കയ്ക്ക് ഈ ഒരു അവാർഡ് കൊടുത്തില്ല, അതുപോലെ തന്നെ കമലഹാസന് ഈ ഒരു അവാർഡ് കൊടുത്തില്ല. മമ്മൂട്ടിക്ക് ഈ ഒരു അവാർഡ് കൊടുക്കാതിരുന്നത് കാരണം അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ്. കമലഹാസന് ഈ ഒരു അവാർഡ് കൊടുക്കാതിരുന്നത് കമലഹാസൻ മുസ്ലിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. മോഹൻലാലിന് ഈ ഒരു അവാർഡ് കിട്ടിയതിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം മോഹൻലാൽ നായരായതുകൊണ്ടാണ്. മാത്രവുമല്ല, മോഹൻലാൽ കോളേജ് കാലത്ത് ABVPയിൽ അംഗമായിരുന്നു, ABVP പ്രവർത്തകനായിരുന്നു എന്നുള്ളതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ശ്രീ മോഹൻലാലിന് ഈ ഒരു അവാർഡ് കൊടുത്തു എന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ പറയുന്നവരോട് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. നമുക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് ഉള്ളൊരു സംഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, ഇപ്പോൾ യേശുദാസിനെ പോലെ സിംഗർ എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം, അല്ലെങ്കിൽ ഒരു നടൻ എന്ന രീതിയിൽ, ഇപ്പോൾ ശ്രീ മമ്മൂട്ടിയെ തന്നെ എടുക്കാം. അദ്ദേഹം നടനായിട്ട് മാത്രം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടില്ല, അതുപോലെ മറ്റുള്ള വേറെ മേഖലയിലൊന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടില്ല, അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് അതിൽ അഗ്രഗണ്യനാവുന്ന ഒരാൾക്ക് ഫാൽക്കെ അവാർഡ് ഇതുവരെ കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപൂർവം ആളുകൾക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. 75ാമത്തെ ഫാൽക്കെ അവാർഡാണ് ലാലേട്ടന് കിട്ടിയത്. അപ്പോൾ ആ 75 പേരെ നമ്മളൊന്ന് എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഫാൽക്കെ അവാർഡ് കിട്ടുന്നത്. അടൂർ ഗോപാലകൃഷ്ണനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹത്തിന്റെ സിനിമ അദ്ദേഹം തന്നെ നിർമ്മിക്കുന്നു, അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്നു, അദ്ദേഹം തന്നെ കഥയും തിരക്കഥയും എഴുതുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കുറെ വിഭാഗത്തിൽ പ്രവർത്തിക്കുകയും സിനിമ എന്ന ഒരു വലിയ സങ്കര കല, ആ കലയിൽ ഏതൊക്കെ വിഭാഗത്തിൽ ആളുകൾ പ്രവർത്തിക്കുന്നു, അങ്ങനെ സിനിമയെ ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളും കൂടി പരിഗണിച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൽ അങ്ങനെയാണെങ്കിൽ ലാലേട്ടന് എങ്ങനെയാണ് ഈ അവാർഡ് കിട്ടുന്നത് എന്നായിരിക്കും അടുത്ത ചോദ്യം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2000-ലാണ് ലാലേട്ടന്റെ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആശീർവാദ് സിനിമാസ്. ഇപ്പൊ 25 വർഷങ്ങൾ പിന്നിടുന്നു. അദ്ദേഹം ഈ 25 വർഷമായിട്ടും കണ്ടിന്യൂസ്ലി സിനിമകൾ ചെയ്യുന്നു. കൊറോണ കാലത്ത് പോലും 3-4 സിനിമകൾ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നു, അവരെ ഒന്നും പട്ടിണിയിടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വലിയ കാര്യവും ശ്രീ മോഹൻലാൽ ഇതിന്റെ പുറകിൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലാലേട്ടനെ പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ ഏതൊരു കഥാപാത്രം എടുത്തു നോക്കുകയാണെങ്കിലും അതിന്റെ ഒരു എന്താ പറയുക, അത്രയും റിയാലിറ്റി അദ്ദേഹം അതിൽ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതലും ആളുകൾ ഇതുപോലെ അദ്ദേഹത്തെ അദ്ദേഹം ഏത് പ്രൊഫഷണലിൽ നിൽക്കും, ഏതൊരു പർട്ടിക്കുലർ സ്ഥാനത്തിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ അവാർഡ് കിട്ടുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഇതുപോലെ ആളുകൾ ഇരുന്ന് പഴിക്കുന്നു എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. അവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വേറെ ഒരു വിഭാഗം രീതിയിലാണ് ആ വിഭാഗത്തിലുള്ള ആളുകൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്നാണ് തോന്നുന്നത്. അങ്ങനെ നിങ്ങൾ ശ്രീ മമ്മൂട്ടീനെ മുസ്ലിങ്ങളായി അല്ലെങ്കിൽ മുസ്ലിമായിട്ട് മുദ്ര കുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ദുഃഖമാണ്. കാരണം ശ്രീ മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിനിമകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ എത്രയോ നല്ല സിനിമകളുണ്ട്, അദ്ദേഹത്തിൻ്റെ എത്രയോ നല്ല പെർഫോമൻസുകളുണ്ട്. അദ്ദേഹം തന്നെ ആദ്യം ഈ ലാലേട്ടനെ
പ്രശംസിച്ച് എഴുതിയ വാക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം തീർച്ചയായിട്ടും അതിന് അർഹനാണ് എന്നൊക്കെയാണ് ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഒരു പ്രത്യേകിച്ച് പ്രോബ്ലങ്ങളില്ല. പിന്നെ മാത്രവുമല്ല, ഇവരൊക്കെ ഏതെങ്കിലും അവാർഡിന് വേണ്ടി പ്രയത്നിച്ച് ജോലി ചെയ്യുന്നവരാണ് എന്ന് ഇന്ന് വരെ തോന്നിയിട്ടില്ല. കാരണം അങ്ങനെയൊക്കെയാണെങ്കിൽ അവർ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. മമ്മൂക്കയുടെയൊക്കെ എത്രയോ സിനിമകൾ കണ്ടിന്യൂസ്ലി എത്രയോ സിനിമകൾ അവാർഡുകളിൽ നിന്ന് തള്ളിപ്പോന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോഴൊന്നും തളരാതെ വളരെ കരുത്തോടു കൂടി മുന്നേറിയ നടനാണ് മമ്മൂട്ടി. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒരുപാട് നമ്മൾ കമ്പാരിസൺ ആക്ടിങ്ങിൽ നല്ല ഏതൊരു രംഗത്തും നമുക്കൊരു കമ്പാരിസൺ നടത്തുക എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അതിൽ യാതൊരുവിധ അർത്ഥമില്ലാത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ മമ്മൂക്ക അഭിനയിച്ച കഥാപാത്രങ്ങൾ എപ്പോഴും എന്നും മലയാളികൾക്ക് ഒരു വലിയ ഓർമ്മകൾ നൽകുന്ന അല്ലെങ്കിൽ ഒരുപാട് നൊസ്റ്റാൾജിയകൾ നൽകുന്ന കഥാപാത്രങ്ങളാണ്. മമ്മൂട്ടിയുടെ അഭിനയ മെത്തേഡുകൾ തന്നെ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന രീതിയിലുള്ള ആക്ടിങ് മെത്തേഡുകളാണ്. അപ്പോൾ അതെല്ലാം മലയാളികൾ കണ്ട് ആസ്വദിച്ച് അദ്ദേഹത്തിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് മമ്മൂട്ടി പലപ്പോഴും നമ്മളൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ മുസ്ലിമാണോ എന്ന് ചിന്തിക്കുന്ന ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങൾ വർഗീയവാദികൾ പറയുമ്പോഴാണ്. അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ ഒരു നടനൊന്നും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിലുള്ള ആളുകളാണ് എന്നുള്ള രീതിയിൽ ആളുകൾ സിനിമ കാണാൻ പോവാതിരിക്കുകയും അല്ലെങ്കിൽ മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് എന്നാൽ പോയി സിനിമ കാണാം എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കാണ് ശ്രീ മമ്മൂട്ടി എന്നുള്ളത് എത്രയോ കാലങ്ങളായിട്ട് മലയാളികൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു നടൻ്റെ പേര് വെച്ച് മറ്റൊരു നടന് കിട്ടുന്ന ഏറ്റവും പരമോന്നതമായ ബഹുമതിയെ ഇതുപോലെ താറടിച്ച് കാണിക്കുന്ന മാനസിക രോഗികളോട് പറയാനുള്ളത്, നിങ്ങൾ എന്താണ് ഫാൽക്കെ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ സിനിമാ ചരിത്രം എന്നൊക്കെ കുറേയും കൂടെ അറിയാൻ ശ്രമിക്കുക. വെറുതെ എന്തെങ്കിലും ഈ ഒരു രാഷ്ട്രീയപരമായ കാഴ്ചയിലൂടെ കലാപരമായ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളത് വലിയ ദുഃഖം നൽകുന്ന കാര്യം തന്നെയാണ്. ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം പറഞ്ഞത്, എനിക്ക് ഈ ഒരു അവാർഡ് ഞാൻ മലയാളികൾക്ക് നൽകുന്നതാണ്. ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കാനുള്ള ഒരു കാരണം എന്നോടൊപ്പം പ്രവർത്തിച്ച ഒരുപാട് പേരുടെ അധ്വാനമാണ് എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ തന്നെ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എത്തി നിൽക്കുന്ന പൊസിഷനിൽ എങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്നുള്ളതിൻ്റെ വലിയൊരു സ്മരണയല്ലേ അതിൽ നിന്നൊക്കെ ഉയർന്ന് കാണുന്നത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ആണ് അദ്ദേഹത്തിനെ ഇത്തരത്തിലുള്ള ഒരു ജാതി പറഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് ഒക്കെ കളിയാക്കുന്നത്. അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും സിനിമാ നടനാവാൻ വിചാരിച്ച വ്യക്തിയല്ല, ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് എത്തിപ്പെട്ടതാണ്. അതിന് ഫാസിൽ ഒരു നിമിത്തമായി. ഫാസിൽ എന്താണ് എന്നിൽ കണ്ടത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അപ്പോൾ അതൊക്കെ ഇത്രയും വലിയൊരു 45 വർഷം എന്ന് പറയുന്നത് ചില്ലറ ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു മനുഷ്യ ആയുസ്സിലെ ചെറിയ വർഷമോ അല്ല. അപ്പം അത്രയേറെ വർഷങ്ങൾ കലയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുകയും കലയിലൂടെ മാത്രം സഞ്ചരിക്കുകയും ചെയ്യുന്ന ശ്രീ ലാലേട്ടൻ ഇത്തരത്തിലുള്ള അമ്പുകൾ തൊടുക്കുന്നത് എവിടെയും എത്തില്ല എന്ന് നമുക്കറിയാമെങ്കിലും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർക്ക് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ വാക്കുകളൊക്കെ അദ്ദേഹത്തിന് പറയുമ്പോൾ ദുഃഖമുണ്ടാക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്തായാലും അങ്ങനെ ആ മാനസിക രോഗികൾക്ക് അത്തരത്തിലുള്ള ഒരു ആനന്ദം കിട്ടുന്നുവെങ്കിൽ അവരത് ചെയ്യട്ടെ. എന്തായാലും ലാലേട്ടൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. അതുപോലെ തന്നെ മമ്മൂക്കയുടെ തട്ട് അതുപോലെ തന്നെ ഒരു പത്തരമാറ്റോടുകൂടി തന്നെ മലയാളത്തിൽ നിന്നും നിലനിൽക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.